നമസ്കാരം. പവർ പോയിന്റിലേക്ക് സ്വാഗതം. സ്വർണം കട്ടവനാരപ്പ ഇങ്ങ് കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഏറ്റവും കൂടുതൽ അലയടിച്ച ഒരു ഗാനവും വാചകവും വരികളുമാണിത്. ഇപ്പോൾ ഈ വരികൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായി മാറുന്നത് കേന്ദ്ര സർക്കാരിന് നേരെ ചോദിക്കുമ്പോഴാണ്. അവിടെ സ്വർണം മാത്രമല്ല, വെള്ളിക്കട്ടികളും ഭണ്ഡാരം ഉൾപ്പെടെ മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്, കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ്. BJPയും NDA സർക്കാരും അവരുടെ തിരഞ്ഞെടുപ്പിലെ പ്രചരണ ആയുധമായി ഉയർത്തിക്കാട്ടിയ അയോധ്യ രാമക്ഷേത്രം, ആ രാമക്ഷേത്രത്തിൽ കൊള്ള നടത്തിയത് BJPക്കാർ തന്നെയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. BJPയിൽ ഇത് സംബന്ധിച്ച് രണ്ട് തട്ടിലായി തിരിഞ്ഞുകൊണ്ട് അന്വേഷണം വേണമെന്നും വേണ്ട എന്നുമുള്ള ആഹ്വാനങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ്? അവിടുത്തെ രാഷ്ട്രീയ കളിക്ക് ഇരയാകുന്നത് സാധാരണക്കാരാ മാത്രമോ? ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകരായ ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ AK സാദിഖ്, UDF പ്രതിനിധി MS അഭിജിത്ത്. മൂന്നുപേർക്കും സ്വാഗതം. ആദ്യം തന്നെ ഡോക്ടർ മോഹൻ വർഗീസ്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അയോധ്യ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ രാംലല്ല പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് BJPയും NDA സർക്കാരും ഉയർത്തിക്കാട്ടിയ ഒരു വലിയ ആഹ്വാനമുണ്ടായിരുന്നു. ഇതാ ഞങ്ങളുടെ മുഖമായി രാംലല്ലയും അല്ലെങ്കിൽ അയോധ്യയൊക്കെ വരുന്നു. പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫൈസാബാദ്, അതായത് ഈ അയോധ്യ ക്ഷേത്രത്തിലിരിക്കുന്ന ഫൈസാബാദിൽ തന്നെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതും 2 തവണ അവിടെ നിന്ന് വിജയിച്ച BJP ടിക്കറ്റോടുകൂടി മത്സരിക്കുന്ന ആളായിരുന്നു. 3-ാം തവണ അയോധ്യയെ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പരാജയപ്പെടുന്നു. അന്നേ ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ് ഇത് BJPയുടെ ഒരു പൊള്ളത്തരം. ഇപ്പോഴിതാ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. നമ്മൾ ഊഹിക്കാൻ പോലും കഴിയാത്ത അത്രയും പണവും സ്വർണവും വെള്ളിയും ഒക്കെയാണ് മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നതെന്ന് പറയുന്നത്. BJPയിൽ തന്നെ 2 അഭിപ്രായങ്ങൾ ഉയർന്നു കഴിഞ്ഞു. എന്താണ് പറയാനുള്ളത്? തീക്കട്ടയിൽ ഉറുമ്പരിച്ചു തുടങ്ങി എന്നത് മുൻപേ തന്നെ കണ്ടെത്തേണ്ടതായിരുന്നു. പക്ഷേ വൈകിയെങ്കിലും അത് കണ്ടെത്തിയിരിക്കുന്നു. കണ്ടെത്തൽ സംഭവിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകരല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങളല്ല, മറിച്ച് BJPക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു സ്വരം ഉയരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെയുള്ള സാധ്യതയെക്കുറിച്ച്, ഈ ഭണ്ഡാരം പൊട്ടിച്ചെണ്ണുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അഴിമതി അല്ലെങ്കിൽ കടത്തലുകൾ, അതേക്കുറിച്ചുള്ള സാധ്യത മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇതിനെ ലാഘവൽക്കരിച്ച് വേണമെങ്കിൽ നമുക്ക് കാണാം. ശർക്കര കുടത്തിൽ കൈയിട്ടാൽ ലേശം ശർക്കര പറ്റും, അതുകൊണ്ട് എന്താ എല്ലായിടത്തും ഇതൊക്കെയല്ലേ സംഭവിക്കുന്നത്? പക്ഷെ അങ്ങനെയല്ല. ഇത് വലിയൊരു അധികാര വടംവലിയുടെ ഒരു ഡ്രസ് റിഹേഴ്സൽ മാത്രമായി കാണാം. ഒരു രീതിയിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉത്തർപ്രദേശിലെ 2024 തിരഞ്ഞെടുപ്പിൽ അടിപതറി? സ്വാഭാവികമായി ജനുവരി 2024 രാംലല്ല പ്രതിഷ്ഠ നടക്കുന്നു. അതിനുശേഷം എല്ലാ സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഉത്തർപ്രദേശിലെ 80 സീറ്റുകൾ തൂത്തുവാരും എന്നായിരുന്നു പൊതുവെയുള്ള നിഗമനം. പക്ഷേ 36 സീറ്റിൽ ഒതുങ്ങി BJP. അതിനേക്കാൾ ഒരു സീറ്റ് അധികം 37 സീറ്റിൽ സമാജ്വാദി പാർട്ടിയും 6 സീറ്റിൽ കോൺഗ്രസും. അങ്ങനെ ഇന്ത്യ സഖ്യത്തിന് അവിടെ 43 സീറ്റുകൾ കിട്ടുന്നു. ഇതിൽ 2 തരം വായനകളുണ്ട്. ഒന്ന്, സ്വാഭാവികമായി സംഭവിച്ചതാണ്, പ്രതിപക്ഷത്തിനൊരു ചില മേൽക്കൈ കിട്ടി. 2, യോഗി ആദിത്യനാഥ് എന്ന BJP ചീഫ് മിനിസ്റ്റർ, ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ, അങ്ങനെ അങ്ങ് 400 പാർ മോദി കൊണ്ടുപോകണ്ട, ഞങ്ങൾ നൽകുന്ന 80-ൽ ഞങ്ങൾ നൽകുന്ന ഒരു 60-70 സീറ്റുകൾ അത് വെച്ച് മിന്നിക്കണ്ട എന്നൊരു ചിന്ത ഉണ്ട് എന്ന് പലരും ചിന്തിച്ചു. അത് ഒരു പരിധിവരെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. യോഗി ചതിച്ചാശാനെ എന്ന് വേണമെങ്കിൽ പങ്കിയാന്ത്രയാണ് പറയാം. ഇപ്പോൾ ഇതാ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ഇവിടെ യോഗി സമ്മർദ്ദത്തിലാണ്, മോദിയും സമ്മർദ്ദത്തിലാണ്. കാരണം ഡൽഹിയിലേക്കുള്ള വാതായനം ഉത്തർപ്രദേശ് വഴിയാണ്. ഉത്തർപ്രദേശ് ഭരിക്കുന്ന കക്ഷിയാണ് പരമ്പരാഗതമായി ഡൽഹി എക്കാലത്തും പിടിച്ചെടുത്തിട്ടുള്ളത്. അതല്ലാതെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഉത്തർപ്രദേശ് എന്ന ഏറ്റവും വലിയ സംസ്ഥാനവും 2ാമത്തെ വലിയ 48 പേരുള്ള മഹാരാഷ്ട്രയും ഇന്ത്യ മുന്നണിക്ക് മേധാവിത്വം ലഭിച്ചെങ്കിലും മറ്റ് ഇടങ്ങളിലെ മേൽക്കൈ കൊണ്ട് BJPക്കും NDAയ്ക്കും അധികാരത്തിലെത്താൻ കഴിഞ്ഞു. ഇപ്പോൾ നോക്കൂ, ഉത്തർപ്രദേശിൽ നിർണായകമായ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു 6-7 മാസത്തിനുള്ളിൽ. മെയ് മാസം 2027 മുൻപ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കണം. അപ്പോൾ അവിടെ അയോധ്യയിലെ ഭണ്ഡാരത്തിൽ നിന്നും കൊള്ള നടന്നിരിക്കുന്നു മിനിമം 7 കോടി രൂപ. അതിൽ അന്വേഷണത്തിൽ ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത് കേവലം 80 ലക്ഷം രൂപ മാത്രമാണ്. ദിസ് ഈസ് ഓൺലി ദ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. അപ്പോൾ ക്യാമറ കണ്ണുകളെ വെട്ടിച്ചുകൊണ്ട് ക്യാമറയുടെ ഡാർക്ക് സ്പോട്ടുകൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്ന ചില ഭാഗങ്ങളിൽ കൂടി കടത്തിക്കൊണ്ടുവന്ന് ഇഷ്ടക്കാർ, അതായത് ചമ്പത് റായ് എന്ന VHPയുടെ ദേശീയ വൈസ് പ്രസിഡൻറ്റും ഈ ട്രസ്റ്റിൻ്റെ, അയോധ്യ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയുമായ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ് ഇതിൽ പ്രധാനപ്പെട്ട ടിന്നു യാദവ്.
ഡ്രൈവറാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പേഴ്സണലി ഹെൽഡ് പ്രോപ്പർട്ടി പോലെ മാറുകയാണ്. ഒരു വിശാലമായ മറ്റ് സംസ്ഥാനങ്ങൾ ആണ് അതത് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ശബരിമല ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റേ കാശി പീഠം വിശ്വനാഥ ക്ഷേത്രം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പുരി ജഗന്നാഥ ക്ഷേത്രമായിക്കൊള്ളട്ടെ, തിരുപ്പതി ആകട്ടെ, അതത് സംസ്ഥാനങ്ങൾക്ക് നിയന്ത്രണമുള്ള സമിതികളാണ് അതിൻ്റെ ഭരണം നിർവഹിക്കുന്നത്. ഇതങ്ങനെയല്ല, അയോധ്യ ദേശീയ ഒരു സമിതിയാണ്, അതായത് ട്രസ്റ്റ്. അതിനൊരു ദേശീയ കളറാണുള്ളത്. അവിടെയാണ് അപ്പോൾ അതിൻ്റെ നിയമന രീതി, അതിൻ്റെ പണം പോകുന്ന വഴികൾ. ഇപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽസ് ഇൻവോൾവ് ആണ്. അതുമാത്രമല്ല ഇത് മാത്രമല്ല ഓഡിറ്റേഴ്സ്, ഒരുപാട് പേര് ചേർന്ന് ഒരു കറക്ക് കമ്പനി പോലെ ഇത് പോകുന്നുവോ എന്നൊരു ആക്ഷേപമുണ്ട്. അപ്പോൾ ഇത് ഭണ്ഡാരപ്പെട്ടിയിൽ മാത്രമാണ്. ഇപ്പോൾ അത് നോക്കൂ, ഭണ്ഡാരപ്പെട്ടിയിൽ ഇത്രയും ക്രമക്കേടുണ്ട് എങ്കിൽ ഒരുപക്ഷെ നിർമ്മാണ പ്രക്രിയയിൽ പഴുതടച്ചുകൊണ്ടുള്ള ശതകോടികളുടെ നിർമ്മാണമാണ് അയോധ്യയുടെ ക്ഷേത്ര നിർമ്മാണം. അതുമായി ബന്ധപ്പെട്ട ഫണ്ടിൻ്റെ വിനിയോഗം ഒരുപക്ഷെ ഒരിക്കലും വെളിയിൽ വരില്ലായിരിക്കാം. പക്ഷേ സംശയത്തിൻ്റെ വിത്തുകൾ വിശ്വാസ മനസ്സുകളിൽ പാകപ്പെട്ടു. നോക്കൂ, വിശ്വാസ സമൂഹം കൂടി ചേർന്നാണ് BJPക്ക് നിരന്തരം മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിത്തറ എന്നെങ്കിലും ഇളകണമെങ്കിൽ വിശ്വാസ സമൂഹത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കണം. പക്ഷേ പ്രതിപക്ഷം ഈ വിഷയം എത്രത്തോളം ആർജവത്തോടുകൂടി എടുത്തു എന്നത് സംശയം തന്നെയാണ്. ഒരുപക്ഷെ സമാജ്വാദി പാർട്ടി വർദ്ധിത വീര്യത്തോടുകൂടി അഖിലേഷ് യാദവും കൂട്ടരും വരുന്നു. കോൺഗ്രസ് ലേശം അമാനത്തിച്ച് നിൽക്കുകയാണ്. അജയ് റായിയെ ആണ് അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പക്ഷേ അയോധ്യ കേന്ദ്രീകരിച്ച് വൻപൻ പ്രതിപക്ഷത്തിൻ്റെ ഇനി എന്തെങ്കിലും സാധ്യത പ്രതിപക്ഷത്തിന് അവശേഷിക്കുന്നുവെങ്കിൽ, ഇന്ത്യ മുന്നണിക്ക് UPയിൽ അവശേഷിക്കുന്നുവെങ്കിൽ ഇതിൽ പിടിച്ചു കയറുക എന്നതാണ്. പക്ഷേ അതിനുള്ള സാധ്യത ഉണ്ടോ എന്ന് ഇപ്പോഴത്തെ നിലയിൽ തീർത്തു പറയാനാവില്ല. കാരണം യോഗി ആദിത്യനാഥ് എല്ലാവരേക്കാളും വീര്യത്തോടുകൂടി ഞാൻ മുഖ്യമന്ത്രിയാണ്, എൻ്റെ ഭരണകാലത്തെ ആരെങ്കിലും അഴിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കരങ്ങൾ സംശുദ്ധമാണ്, അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. MS അഭിജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ടിനു യാദവിനെ അറസ്റ്റ് ചെയ്യുന്നു. ടിനു യാദവിനായിരുന്നു ഭണ്ഡാരത്തിൻ്റെ താക്കോലും അല്ലെങ്കിൽ ആ സൂക്ഷിക്കുന്ന മുറിയുടെയൊക്കെ താക്കോല് കൈവശം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ചുമതലയെല്ലാം ഉണ്ടായിരുന്നത് ചമ്പത് റായിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ്, ഏറ്റവും സന്തത സഹചാരി എന്നുള്ള ആളാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചമ്പത് റായിയെ കൂടി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ചേർക്കണം. പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല. ചമ്പത് റായി രാജിവെച്ചു, സമ്മർദ്ദത്തെ തുടർന്ന് രാജിവെച്ചു എന്ന് പറയുന്നു. അതിനെ ആദ്യത്തെ ദിവസം അംഗീകരിക്കാൻ VHP തയ്യാറാവുന്നില്ല. പിന്നീട് പിറ്റേ ദിവസം ഒരു സ്ഥിരീകരണം നൽകുന്നു. ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ചമ്പത് റായിക്ക് ശേഷം ഇതിൽ ആരൊക്കെ ഉന്നതരുണ്ട് എന്നുള്ളതും കണ്ടെത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ ഈ ചമ്പത് റായ് എന്നുള്ള പേര് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു പക്ഷേ പല വസ്തുതകളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആരാണ് ചമ്പത് റായ്? ചമ്പത് റായ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ പറഞ്ഞ പേരുകൾ പ്രതിപട്ടികയിൽ വന്നിട്ടുള്ള ആളുകളെല്ലാം VHPയുടെ ആളുകളാണ്. അവർ വിശ്വ ഹിന്ദു പരീക്ഷത്തിൻ്റെ ആളുകളായിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ മറ്റൊരു മുഖം നമ്മുടെ കേരളത്തിലുണ്ട്, ക്ഷേത്ര സംരക്ഷണ സമിതി എന്നും പറഞ്ഞിട്ടൊരു സംഭവം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ CPMകാർ സ്വർണം കട്ടപ്പോഴും ഒക്കെ ഒരു പക്ഷത്തു നിന്ന് പല ആവശ്യങ്ങളും പറഞ്ഞ, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്നൊക്കെ ശബ്ദമുയർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടിൽ വിഷവിത്ത് പാകാൻ നോക്കിയ ആളുകളാണ് അവരും. അപ്പോൾ അതിൻ്റെ തന്നെ മറ്റൊരു മുഖമാണ് ഈ ചമ്പത് റായ് ഉൾപ്പെടുന്ന ആളുകൾ. ഇവരൊക്കെ ആരാണ്? നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ BJPയുടെ നേതാക്കന്മാരുടെയും ഒക്കെ ദല്ലാളുമാരായി നമ്മുടെ നാട്ടിൽ വർഗീയത പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള വാദമൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ പലപ്പോഴും ക്ഷേത്ര സംരക്ഷണമൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. രാമക്ഷേത്രത്തിലേക്ക് ഈ കാര്യം വരുമ്പോഴെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രക്രിയയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. രാമക്ഷേത്ര നിർമ്മാണം എന്നത് BJP ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാം എന്ന് പറയുന്നത് BJP ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുന്നിൽ വിശ്വാസ്യത നേടാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ഏറ്റവും വലിയ അവരുടെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി, അവരുടെ എല്ലാ കാലത്തെയും അജണ്ടകളിൽ ഒന്നായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ പോലും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ആരെങ്കിലുമൊക്കെ എതിർ പാർട്ടിക്കാരും പ്രസംഗിക്കുമ്പോൾ പറയും മറ്റ് എല്ലാ കാര്യത്തിലും BJP പരാജയപ്പെട്ടവരായിരുന്നു, പക്ഷേ ഒരു കാര്യത്തിൽ അവർ വിജയിച്ചു, രാമക്ഷേത്രം നിർമ്മിച്ച് ഇവിടെ വർഗീയത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അവർ ആ കാര്യത്തിലും പരാജയമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ തെളിയുന്നത്. അവരുടെ രാമക്ഷേത്രം എന്നുള്ള പദ്ധതിയിൽ പോലും അഴിമതി കാണിക്കുന്നവർക്ക് ആരോടാണ് കൂറ് എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു ചോദ്യം. അതുപോലെ തന്നെ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ
ഇതിലേക്ക് വരുമ്പോൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ചുമതല കൊടുത്തിരിക്കുന്ന ആളുകൾ ഗവൺമെൻറ്റുമായി ഒരു ഭാഗമായും ഒരു തരത്തിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ല. ഇതിൻ്റെ കാശ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ഇതിൻ്റെ സെക്യൂരിറ്റിയിലേക്ക് വരുന്ന ആളുകൾ, ഈ കാശ് എണ്ണുന്നതുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇതിൻ്റെ പേപ്പർ വർക്ക് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അങ്ങനെ മുഴുവനായി രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയിലും ഇവരാരും ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗവുമല്ല ഇതിരുന്നിട്ട് പോലും അവർക്കെല്ലാം ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ് കൊടുത്തു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ രാമക്ഷേത്രത്തിൽ തന്നെ എടുത്ത് നമ്മൾ മറ്റു ചില കണക്കും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാനിവിടെ വായിച്ചു പോകാം. ഏകദേശം 1450 കോടി രൂപയാണ് മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ളത്. ഏകദേശം 240 കോടി രൂപ അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട് അതിൻ്റെ നവീകരണത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. 10 വർഷത്തേക്ക് വേണ്ടി 85,000 കോടി രൂപയാണ് ഇപ്പോൾ വകമാറ്റി രാമക്ഷേത്രത്തിന് വേണ്ടി ചിലവാക്കാനായിട്ട് അതിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുള്ള കാശാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചിലവാക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ദെയർ മങ്കി ആൻഡ് ദെയർ സർക്കസ് എന്നുള്ള രീതിയിൽ നമുക്ക് മാറിയിരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല ശ്രീ കുഞ്ചു. ഗവൺമെൻറ് എടുക്കുന്ന ഈ കാശെന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് പോകുന്ന കാശാണ്. അവിടെ സാധാരണക്കാരൻ്റെ കൂടി കാര്യം പറയണം. നമ്മളിതിൻ്റെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതിനപ്പുറം സാധാരണക്കാരനെ രാമക്ഷേത്രം എങ്ങനെയാണ് അവരെ അഫക്റ്റ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഒരുപക്ഷെ രാജ്യമൊട്ടാകെയുള്ള രാമവിശ്വാസികൾ, ക്ഷേത്രവിശ്വാസികളൊക്കെ അന്ന് പോസ്റ്റ് ഇട്ടവരാണ്. നമ്മുടെ കവലകളിൽ പോലും പോസ്റ്റർ BJP-ക്കാരും ഈ VHP-ക്കാരും RS-കാരും ഒക്കെ ഒട്ടിച്ചു. രാമക്ഷേത്രത്തിന് വേണ്ടി കല്ലുപാകാൻ, രാമക്ഷേത്രത്തിന് വേണ്ടി ഓടുപാകാൻ, രാമക്ഷേത്രത്തിന് പെയിൻ്റ് അടിക്കാൻ, രാമക്ഷേത്രത്തിൻ്റെ വയറിംഗ് വർക്കിന് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ചിലവ് നിങ്ങളുടെ 10 തലമുറയ്ക്ക് വേണ്ടി പോലും ഗുണം ചെയ്യും. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം ഇത് കൊടുത്തവർക്ക് ഇട്ട മെസ്സേജ് എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ 100 വർഷം നീണ്ടു നിൽക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ പുണ്യത്തിന് വേണ്ടി എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനിന്ന് അവരെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് അവരിതിനെ നോക്കിക്കാണുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. മറ്റൊരു കാര്യം കൂടി ഉള്ളത് നമ്മൾ പറഞ്ഞു വരാം. സാധാരണക്കാരനെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്തു? ഏകദേശം 14 കിലോമീറ്റർ ദൂരെയുള്ള രാംപത്ത്, ആ രാംപത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുമ്പോൾ 2000 മുതൽ 4000-ഓളം വീടുകൾ ഭാഗികമായോ പൂർണ്ണമായോ തകർക്കപ്പെട്ടു. കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടു. അവിടെ താമസിച്ചിരുന്ന ചെറുകിട കച്ചവടക്കാരെ, സാധാരണക്കാരായ കുടുംബക്കാരെ, പാവപ്പെട്ട ആളുകളെ പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിവാക്കി. അവർക്ക് കൊടുത്തത് എന്ന് പറയുന്നത് വർഷങ്ങളായി, ഏകദേശം 10 മുതൽ 20, 30, 40 വർഷമായി അവിടെ താമസിച്ച ആളുകൾക്ക് 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ മാത്രം കൊടുത്തുകൊണ്ട് അവരെ ഒഴിവാക്കി. അപ്പോൾ അവർക്ക് തിരിച്ചവിടെ കച്ചവടം ചെയ്യാനുള്ളൊരു സാധ്യത കൂടി കൊണ്ടുവരണ്ടേ? അത് ചെയ്തിട്ടില്ല. സ്ക്വയർ ഫീറ്റിന് 10,000 മുതൽ 20,000 രൂപ വരെ വാടക വാങ്ങിക്കൊണ്ടുള്ള ഒരു കച്ചവട സംവിധാനമാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. വസ്തുവിന് ഇരട്ടിയിലും ഇരട്ടിയായി വസ്തുവിന് വില മാറുന്നൊരു സാഹചര്യം വന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വസ്തുവിൽ നിന്ന് തന്നെ ഒരു വലിയ ലോബി അവിടെ ഉണ്ടാകും, ഒരു മാഫിയ അവിടെ ഉണ്ടാകുകയാണ്. രാമക്ഷേത്രം യഥാർത്ഥത്തിൽ ഒരു കോർപ്പറേറ്റ് മാഫിയയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായി മാറി. അതുകൊണ്ടാണ് ഇത് ഒരു ഭണ്ഡാരത്തിലെ കാര്യങ്ങളിൽ മാത്രം ഒതുക്കുന്നത്. ഉറപ്പായിട്ടും BJP-ക്കാരിപ്പോൾ സത്യം പറഞ്ഞാൽ ഭണ്ഡാര കള്ളന്മാരായി എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ആ ഭണ്ഡാര കള്ളന്മാർ മാത്രമല്ല, ഭൂമാഫിയയിൽ, അവിടുത്തെ കോർപ്പറേറ്റ് സിസ്റ്റത്തിൽ, അവിടുത്തെ റോഡുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിൽ, ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വകമാറ്റിയെന്ന കാര്യത്തിൽ, ഒരു വിമാനത്താവളത്തിൻ്റെ നിർമ്മാണത്തിൽ, ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണമായ സിസ്റ്റത്തിനെ റിഗ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ശ്രീ AK സാദിഖ്, സ്വർണം കട്ടവൻ ആരപ്പ എന്ന് നമ്മൾ മുമ്പ് ചോദിച്ചിരുന്നു. സ്വർണവും വെള്ളിയും ഭണ്ഡാരവും കട്ടവൻ ആരപ്പ എന്ന് ചോദിക്കേണ്ട ആ സാഹചര്യമില്ല. ഇപ്പോൾ അത് തെളിഞ്ഞിരിക്കുകയാണ്. ഈ ആരോപണ വിധേയരായിട്ടുള്ള ഒട്ടേറെ ഉന്നതരുണ്ട്. നമ്മളിവിടെ കണ്ടതുപോലെ പത്മകുമാറിലേക്ക് വരെ എത്തി നിൽക്കുന്നു. അതിനുശേഷം അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ആ കേസിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. 90 ദിവസത്തിന് ശേഷം ഇവരെല്ലാം ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ അതുപോലും പ്രാവർത്തികമാകില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ BJP തന്നെ ഒരു വിഭാഗം ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇത് CBI അന്വേഷിക്കണമെന്നാണ്, കേന്ദ്ര ഏജൻസികൾ, മറ്റ് ഏജൻസികളൊക്കെ അന്വേഷിക്കണമെന്നാണ്. ഇത് ആരന്വേഷിച്ചാലും ഇവരുടെ കീഴിൽ തന്നെ വരുന്നതല്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ജനസംഖ്യയിൽ ലോകത്തെ 1ാമതും വിസ്തൃതിയിൽ 7ാമത്തതുമൊക്കെയായ ഒരു രാജ്യമാണ്. പണ്ട് കുറേ തെരഞ്ഞെടുപ്പുകൾ ഈ രാമജന്മഭൂമി ബാബറി മസ്ജിദിലൂടെ ലോകം മുഴുവൻ അപമാനിക്കപ്പെട്ട ഒരു നിലയിൽ, കാരണം ഒരു രാജ്യത്തിൻ്റെ പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോലും മെയിൻ വിഷയം ബാബറി മസ്ജിദ് രാമജന്മി ഭൂമിയാണ്. നാട്ടിലെ 140 കോടി ജനങ്ങളുടെ വിഷയമൊന്നും ആയിരുന്നില്ല. അങ്ങനെ 92-ൽ ആ സ്ട്രക്ചർ പൊളിയുകയുണ്ടായി. 500 വർഷത്തെ പാരമ്പര്യമുള്ള അത് പൊളിയുകയുണ്ടായി. പിന്നീട് നമ്മൾ കാണുന്നത് എന്താ?
രാമജന്മഭൂമിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് പോകുന്നു. കേസിൽ അവിടെ ഭൂമി കൊടുക്കാൻ പറയുന്നു. അതിന് നേതൃത്വം കൊടുത്തത് BJPയും RSSും ഒക്കെയാണ്. അത് കഴിഞ്ഞ് അവിടെ അമ്പലം പണിയുന്നു. അതിന് നേതൃത്വം കൊടുത്തതും ഈ പറയുന്ന RSSും BJP സർക്കാരും മോഡിയും ഒക്കെയാണ്. അത് കഴിഞ്ഞ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നു. അത് കഴിഞ്ഞ് ഉദ്ഘാടനം നടത്തുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നോക്കൂ, ഈ പറയുന്ന രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ്, ആ ട്രസ്റ്റിൻ്റെ അംഗങ്ങളെ നിയമിച്ചത് വരെ ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്റും ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുമാണ്. എല്ലാം ചെയ്യുന്നത് ആ കേന്ദ്ര ഗവൺമെൻറ്റും നരേന്ദ്രമോദിയും BJPയും ഒക്കെയാണ്. പക്ഷേ 1400 കോടി എന്ന ഒരു മിനിമം കണക്കാണിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. 1400 കോടിയോളം രൂപ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത നമ്മളുടെ പ്രധാനമന്ത്രി മിണ്ടിയിട്ടുണ്ടോ? ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? അതും പോകട്ടെ, സുപ്രീം കോടതി ഇടപെട്ടാണ് ഈ ഭൂമി കൊടുത്തത്. സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ ഉദ്ഘാടനത്തിനും പ്രാണപ്രതിഷ്ഠയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. ആ സുപ്രീം കോടതിയിൽ നമ്മൾ കണ്ടതെന്താ? ഒരു ഹർജി ചെന്നപ്പോൾ ചോദിക്കുക, ഇത്ര ധൃതി എന്താ? ഇപ്പോൾ ഇത് എടുത്തില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുവോ? മധ്യവേനൽ അവധിയൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ എടുക്കാം. എന്നാലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ അഭിമാനത്തെ ലോകം മുഴുവൻ വ്രണപ്പെട്ട് നിൽക്കുമ്പോൾ പരിപാവനമായ സുപ്രീം കോടതി പോലും അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഈ അടിച്ചു മാറ്റിയവരെ നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇത്രയും പിൻബലം കിട്ടുകയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നു എന്നുവരെ നിർഭാഗ്യവശാൽ ഈ സാന്ദർഭികമായി പറയേണ്ടി വരുന്നില്ലേ? അപ്പോൾ കട്ടവനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കട്ടവനേക്കാൾ കട്ടവന് കൂട്ടുനിൽക്കുന്നവരെയും കുറ്റം പറയേണ്ടി വരും. അവിടെ നമ്മളിപ്പോൾ സ്വർണവും വെള്ളിയും കാണിക്കവഞ്ചിയും ഒന്നും മാത്രമല്ല നമ്മൾ പറഞ്ഞു കേട്ടത് എന്താ? അവിടം വൃത്തിയാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചൂലുണ്ടല്ലോ, 100 രൂപയിൽ താഴെ വിലയുള്ള ആ ചൂലൊരെണ്ണത്തിന് 1000 രൂപ വെച്ച് അടിച്ചു മാറ്റിയത്. അപ്പോൾ മതത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ, ശ്രീരാമൻ്റെ പേരിൽ ഇവരെ നേരം വെളുത്താൽ രാത്രി വരെ പിന്നെ ഇത് പറയുന്നതല്ലേ, ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം എന്ന് ഒരേ സമയം പറയുകയും അതേസമയം ശ്രീരാമൻ്റെ വസ്തുവകകൾ പാവപ്പെട്ട ഭക്തജനങ്ങൾ കൊടുത്തത് മുഴുവൻ അടിച്ചു മാറ്റുകയും ചെയ്തിട്ടും ഒരു ഗവൺമെൻറ്റും ഒരു പാർട്ടിയും ഇടപെടുന്നില്ല എന്നുള്ളത് തന്നെ നോക്കൂ. മറ്റൊന്ന് നോക്കൂ, ഈ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കേരളത്തിലെ കുഞ്ചു നേരത്തെ പറഞ്ഞ സ്വർണം കട്ടവൻ ആരപ്പ എന്നുള്ളതിൽ സഖാക്കളാണ് എന്നുള്ള ആ ഒരു പാരഡി ഉണ്ടല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് പറഞ്ഞ എന്താ? അയ്യപ്പൻ്റെ സ്വർണം കട്ട ഒരെണ്ണത്തിന് വെറുതെ വിടില്ല എന്നാ. അയ്യപ്പൻ്റെ 10 ഇരട്ടി ശക്തിയും രാജ്യത്തെയും ലോകത്തെയും മുഴുവൻ ഹിന്ദുക്കളുടെയും ദൈവ വിശ്വാസം ഉള്ളവരുടെ എല്ലാം ദൈവമായ ശ്രീരാമൻ്റെ പേരിലുള്ളത് മുഴുവൻ അടിച്ചു കൊണ്ടുപോയിട്ട് ആ പ്രധാനമന്ത്രി മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് സംഘടിതമായ ഒരു കൊള്ളയാണെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ചമ്പത് റായ് ഉൾപ്പെടെയുള്ളവർ കപടവിശ്വാസികളാണ്. നോക്കൂ, ആ ട്രസ്റ്റിലുള്ളവർ തമ്മിലുള്ള അടിയിൽ നിന്നാണ് ഇത് വെളിയിലേക്ക് വന്നത്. ആദ്യം അവിടുത്തെ ഒരു അക്കൗണ്ടൻറ്റ്, അയാൾ നോക്കിയപ്പോൾ 7 കോടി രൂപ അവിടെ അക്കൗണ്ടിൽ വന്നു. പക്ഷേ ബാങ്കിൽ നിന്നുള്ള കണക്ക് നോക്കിയപ്പോൾ 2-3 കോടിയേ ഉള്ളൂ. ബാക്കി രൂപ അടിച്ചു മാറ്റിയിരിക്കുന്നു. അന്നേരം നമ്മൾ അറിഞ്ഞ ഒരു സംഗതി എന്താ? ചമ്പത് റായിയുടെ കള്ള ഒപ്പിട്ട് ചെക്ക് കൊണ്ടുപോയി അവിടുന്ന് പണം അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന്. അത് പിന്നീട് പറഞ്ഞ് കേട്ടത് ശരിയാണെങ്കിൽ ചമ്പത് റായി തന്നെയാണ് അദ്ദേഹം നിയമിച്ച കൂടെയുള്ളവരെടുക്കെ പറഞ്ഞ് എൻ്റെ പേര് കള്ള ഒപ്പിട്ട് അടിച്ചുകൊണ്ട് പോയിക്കോളെ എന്ന് പറയുമ്പോൾ അടിച്ചു മാറ്റിയത് വേറെയാൾ, ഇദ്ദേഹം കേമനാകും, പണം അദ്ദേഹത്തിന് തന്നെ കിട്ടും. ഇത്രയും ബുദ്ധിയുള്ളവർ ഈ സംഘടിതമായി എത്രയോ നാൾ കൊണ്ട് ഭൂമി വാങ്ങിയ നാൾ മുതൽ തന്നെ നടത്തിയതാണ് ഇതെല്ലാം. ശ്രീ മോഹൻ വർഗീസ്, ഈ പറഞ്ഞതുപോലെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മാനം കൂടി ഇതിനകത്തുണ്ട്. അതായത് മോദിക്കെതിരെ യോഗി വരുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ മോദിയേക്കാൾ മുമ്പിലേക്ക് യോഗിക്ക് എത്താനുള്ള ആഗ്രഹമായിരിക്കാം നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഇത് ഞാൻ ക്ലിയർ ചെയ്യുമെന്ന് പറയുന്ന ഒരു സ്വാഭാവികമായ നയത്തിലേക്ക് യോഗിയെ കൊണ്ടെത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ BJPയിൽ തന്നെ ഈ പറഞ്ഞതുപോലെ CBI അന്വേഷിക്കണം, മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായം ഉയർന്നു തന്നെ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ധ്രുവീകരണം കാരണമാണോ? കള്ളൻ കപ്പലിൽ തന്നെ ആയതുകൊണ്ട്, കപ്പൽ കത്തിക്കാനാവാത്തത് കൊണ്ടും, കള്ളനെ പുറത്താക്കാൻ കപ്പലിൻ്റെ കപ്പിത്താൻ തന്നെ
മുന്നിട്ടിറങ്ങാൻ കഴിയും. പക്ഷേ ഇവിടെ ഏത് കപ്പിത്താൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്? നരേന്ദ്രമോദി എന്ന പ്രധാന കപ്പിത്താൻ്റെ കാര്യമാണോ, യോഗി ആദിത്യനാഥ് എന്ന റീജിയണൽ കപ്പിത്താൻ്റെ കാര്യമാണോ എന്നതാണ് വിഷയം. ഇത് ആത്യന്തികമായി ഒരു പവർ സ്ട്രഗിളിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടാമനാർ. ഇപ്പോൾ നിലവിൽ കേന്ദ്രത്തിൽ രണ്ടാമൻ ശ്രീ അമിത്ഷായാണ്. അപ്പോൾ മോദി യുഗം അവസാനിച്ചു കഴിഞ്ഞാലും BJP യുഗം അവസാനിക്കണമെന്നില്ല. കാരണം ആ രീതിയിലാണ് സ്ട്രക്ചേഴ്സ്, പ്രോസസ്സസ് ഇതെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വഴങ്ങുന്ന രീതിയിൽ. അതാണ് ചിലരൊക്കെ പറയും സ്ട്രക്ചറൽ വയലൻസ് എന്ന് പറയും. ജുഡീഷ്യറി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, എല്ലാ സംവിധാനങ്ങളും വരുതിയിലാക്കുമ്പോൾ അന്വേഷണ സംവിധാനങ്ങൾ തന്നെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉൾപ്പെടെ നടന്നാൽ, സുപ്രീം കോടതിയുടെ കാര്യം നമ്മളിവിടെ കേട്ടു, എന്താണ് ഈ ധൃതി എന്ന് സുപ്രീം കോടതി ചോദിക്കുമ്പോൾ അതിൽ പ്രഥമ ദൃഷ്ടിയ രാഷ്ട്രീയം കണ്ടെത്താനാവില്ല എങ്കിലും ഈ സ്ട്രക്ചറൽ വയലൻസിൻ്റെ സ്ഫുലിംഗങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ചില ബലിയാടുകൾ ഉണ്ടാകും. താഴെ തട്ടിൽ അവർ പണം കവർന്നവർ തന്നെയാകാം. അല്ലെങ്കിൽ CPM ഒക്കെ പലപ്പോഴും ചെയ്യുന്നത് പോലെ പ്രതികളെ അങ്ങോട്ട് ഹാജരാക്കും. ഇന്നേന പ്രതികൾ കുറ്റമേറ്റെടുക്കും. മുകൾ തട്ടിലുള്ളവർ സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ ഒന്നാം തരമായി ഇത് മാനേജ് ചെയ്യുക. കാരണം ഇതില്ലാതെ, രാമക്ഷേത്രം എന്ന ഹബ്ബില്ലാതെ BJPയുടെ അജണ്ടയ്ക്ക്, BJPയുടെ രാഷ്ട്രീയത്തിന് ആ രീതിയിൽ മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് മറുപടികൾ പറയേണ്ടി വരും. ജനം ചോദിക്കും. ശ്രീ MS അബേദ്, ഈ സാഹചര്യത്തിലും ചമ്പത് റായ് ഉൾപ്പെടെയുള്ള ഉന്നതർ ഇതുവരെയും പ്രതിപട്ടികയിൽ ചേരുകയോ അറസ്റ്റ് വരിക്കുകയോ ചെയ്തിട്ടില്ല, സംരക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ നേരത്തെ ശ്രീ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ തലകൾ ഉരുളും വലുത് അവിടെ തന്നെ നിലനിൽക്കുമെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ, അതിൽ യാതൊരു സംശയവുമില്ല. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ ഇത്ര പെട്ടെന്ന് പരിഗണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സുപ്രീം കോടതി തന്നെ ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാലം മുന്നോട്ട് പോകേണ്ടിയിരിക്കും. പ്രശാന്ത് ഭൂഷൺ കേസിൽ എന്താണ് ഉണ്ടായത്? രാഹുൽ ഗാന്ധി വിഷയത്തിൽ എന്താണ് ഉണ്ടായത്? പ്രശാന്ത് ഭൂഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കഴിഞ്ഞ 4 ചീഫ് ജസ്റ്റിസുമാർ, ആ കാലഘട്ടത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, 4 ചീഫ് ജസ്റ്റിസുമാർക്ക് കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞില്ല എന്നും അവരുടെ കാലഘട്ടങ്ങളിൽ ഒരുപാട് പരാജയമുണ്ടായിരുന്നു എന്നും സുപ്രീം കോടതി പ്രവർത്തനത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ വേഗത്തിൽ തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും പല സുപ്രീം കോടതി അഭിഭാഷകരും BJPക്കാരും ഒത്ത് ഉല്ലാസയാത്രയിലാണ് എന്നൊക്കെ പറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന് നേരെ കോടതി അലക്ഷ്യത്തിന് കുറ്റം ചുമർത്തേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത്. രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിലും അതുതന്നെയാണ്. അദ്ദേഹം ചോദ്യം ചോദിച്ചതിനെതിരെയാണ്. അപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണ്? ഒരു സിസ്റ്റമിക് ഫെയിലിയറായി മാത്രം നമുക്കിതിനെ കാണാൻ കഴിയില്ല. ഇതൊരു നാടകത്തിൻ്റെ തിരക്കഥ എന്ന രീതിയിൽ പോലെ ഇത്തരം കാര്യങ്ങളെ ജനങ്ങളുടെ കണ്ണിൽ നിന്ന് വെട്ടിച്ചു മാറ്റാൻ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബ്ലാക്ക് സൈറ്റിലൂടെ, ബ്ലാക്ക് ഹോൾസിലൂടെ അല്ലെങ്കിൽ ഒരു ഷാഡോയിലൂടെ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി പരമോന്നത നീതിപീഠത്തിനെ പോലും ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ സംശയിക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെ എക്സ്പ്ലിസിറ്റ്ലി നിലനിൽക്കുകയാണ് എന്നുള്ളതാണ്. നമ്മളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഈ കേസിൽ കണ്ടില്ലേ, FIR ഇട്ടിട്ടില്ല, SIT അന്വേഷിക്കാൻ വേണ്ടി 3 പേരെ പെടുത്തുന്നു. ഈ ആളുകൾ ആരൊക്കെയാണ്? ഇനി CBIയിലേക്ക് ഇത് പോകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ CBI ആരുടെ ആളാണ്? CBI ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ EDA കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള തെറ്റായ അന്വേഷണങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ അതെല്ലാം ഇവർ ഉപയോഗിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാർ ഇവിടെ നടക്കുമ്പോഴും നമ്മൾ ഇതിൻ്റെ കഥ പരിശോധിക്കൂ. നമ്മൾ അത് നോക്കുമ്പോൾ മനസ്സിലാകും 1-2 കോടി രൂപയുടെ ഒരു അഴിമതിയല്ല ഇവിടെ നടന്നിട്ടുള്ളത്. ഈ അഴിമതി നടത്തിയ ആളുകൾ അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങളും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വസ്തുവും വകകളും ഒക്കെ നഷ്ടപ്പെട്ട എത്ര ആയിരം കുടുംബങ്ങളാണ്? 4000-ലധികം കുടുംബങ്ങളെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ആളുകളാണ് വരുന്നത്. ഒരു പൂർണ്ണമായ പഞ്ചായത്തിനെ ഒരു മേഖലയിൽ നിന്ന് ഒഴിവാക്കിയ ആളുകളാണ് ഇന്ത്യ ഭരിക്കുന്ന BJPക്കാർ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളെ ഓഡിയൻസ് ആരാണ്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മീഡിയകളൊക്കെ അവരെയൊക്കെ എല്ലാം കൈകാര്യം ചെയ്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കിതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടല്ലോ. ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം അതല്ല, കേരളത്തിലുള്ള ആളുകളാണല്ലോ. കാരണം കേരളത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ കല്ലിനു വേണ്ടിയും അവർ മണ്ണിനു വേണ്ടിയും അവർ റോഡിനു വേണ്ടിയും ഒക്കെ സംഭാവന ചെയ്യുമ്പോൾ ആ സംഭാവന പറഞ്ഞ് പോസ്റ്റിട്ട ആളുകളൊക്കെ ഒരു PR വർക്കിൻ്റെയും ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെയും അതുപയോഗിച്ചുകൊണ്ട് പാർട്ടി വളർത്താൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീ AK സാദിഖ്, വലിയൊരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ
പത്മകുമാർ പറയുകയാണ്, ഞാനിതാ ഒരു ആത്മകഥ എഴുതാൻ പോവുകയാണ്, ആ ആത്മകഥയിൽ എന്നെ ചതിച്ചവരെക്കുറിച്ചും എന്നെ പെടുത്തിയവരെക്കുറിച്ചും ഒക്കെ ഞാൻ വെളിപ്പെടുത്തും എന്ന് സുഹൃത്തുക്കളോട് പറയുകയാണ്. ശേഷം നമ്മൾ കണ്ടത് ഒരു ചെറിയ നടപടി, സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു തലോടലിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം. ഇത് കേരളത്തിൻ്റെ സാഹചര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ചമ്പത് റായ് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ആത്മകഥ എഴുതാൻ തയ്യാറാവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ BJPയും വഴങ്ങാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ മോദിയും? തീർച്ചയായിട്ടും. കാരണം ഇത് ഒരു വ്യക്തി ആ വ്യക്തിയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തതല്ലല്ലോ. അങ്ങനെയല്ല എന്ന് ഇത്രയും സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മളെ ബോധിപ്പിക്കുകയല്ലേ. അതായത് ഈ ചോദ്യം ചെയ്തവരുടെ എല്ലാം വീടുകളിൽ നിന്നും കണ്ടെത്തിയ പണം എത്രയോ 1 ലക്ഷം മുതൽ 80-90 ലക്ഷം വരെ ഒറ്റ ദിവസം ഉള്ള കളക്ഷൻ അല്ലെങ്കിൽ അടിച്ചു മാറ്റിയത് കണ്ടെത്തിയിരിക്കുക. കുഞ്ചു, അവിടെ രസകരമായ ഒരു കാര്യം കൂടി പറയേണ്ടി വരും. ഈ അടിച്ചു മാറ്റിയ പണം ഒളിപ്പിച്ചു വെച്ചത് കണ്ടുപിടിച്ചത് എവിടെയാണെന്നും കൂടി പത്രവാർത്തകൾ വരുന്നത് കാണുമ്പോഴാണ് തൊഴുത്തിലെ ചാണകക്കുഴിയിൽ നിന്നാണ് ഈ പണം. കാരണം അത് അവിടെ തന്നെ വേണം കൊണ്ടുവെക്കാൻ. ചാണകം വിശുദ്ധമാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ദൈവത്തിൻ്റെ പണം അടിച്ചു മാറ്റിയത് അവിടെ കൊണ്ടുവച്ചാൽ ആ ചാണകത്തിനേക്കാൾ അതിന് ദുർഗന്ധമുണ്ടാകില്ലേ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഈ ഗവൺമെൻറ്റും ഈ പാർട്ടിയും കേന്ദ്രവും BJPയും അധികാരത്തിൽ വന്നതിനെടുത്ത് ഉപയോഗിച്ച ചില പഴയ സംഭവങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കുക. മുസ്ലിങ്ങളായ മുഗളന്മാർ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് പോയി രാജ്യത്തെ ഇല്ലാതാക്കി. ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാർ 190 കൊല്ലം കൊണ്ട് രാജ്യത്തിൻ്റെ പണവും എല്ലാം അടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് ഇനി ഒന്നും ആരും അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ഞങ്ങൾ ഭരിക്കാൻ പോവുകയാണ്. 12 കൊല്ലം ഭരിച്ചപ്പോൾ ഈ പറഞ്ഞവരെല്ലാം കൂടെ കൊണ്ടുപോയതിൻ്റെ അപ്പുറമല്ലേ അമ്പലത്തിൽ നിന്ന് മാത്രം അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഇനി അമ്പലക്കൊള്ള ഒന്ന് മാറ്റിവെയ്. മോഡി പ്രധാനമന്ത്രിയായതിനു ശേഷം രാജ്യത്ത് നടന്നിട്ടുള്ള പല വിഷയങ്ങളും കൂട്ടി വായിച്ചാൽ പേരിൻ്റെ അവസാനം മോഡി എന്ന് 2 അക്ഷരം വരുന്ന 3-4 പേർ ചേർന്ന് മുതലാളിമാർ എത്ര കോടി അടിച്ചു മാറ്റി? പ്രധാനമന്ത്രി മോഡി എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് ഇന്ത്യൻ സമ്പത്ത് അടിച്ചു മാറ്റി, എത്ര കോടി ജനങ്ങളുടെ വോട്ടടിച്ചു മാറ്റി. അപ്പോൾ എന്തൊക്കെയാണ് അടിച്ചു മാറ്റുന്നത്? അടിച്ചു മാറ്റി ഏറ്റവും അവസാനം ശ്രീരാമജന്മ ഭൂമിയിലെ ശ്രീരാമൻ്റെ പേരിൽ കൊടുത്ത വഴിപാട് നടത്തിയ സ്വർണം, വെള്ളി എല്ലാം അതും കൂടി അടിച്ച് മാറ്റുക എന്നുള്ളതാണ് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അതായത് അടിച്ചു മാറ്റുകയോ കൊള്ളയോ എന്നുള്ള ഒരു സ്വഭാവം ഈ ജനിതകത്തിനകത്തുണ്ടെങ്കിൽ അത് ഈ അടിച്ചു മാറ്റുന്ന സാധനങ്ങൾ മാറുമെന്നേ ഉള്ളൂ. ഈ ജാത്യാവുള്ളത് തൂത്താൽ മാറില്ലല്ലോ. അത് ഈ പ്രസ്ഥാനത്തിൻ്റെയും ഈ നേതാക്കന്മാരുടെയും ഒക്കെ ഉള്ളിലുണ്ട്. അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്നത് BJPക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടുള്ള ഒരു കാര്യം മാത്രമാണ്. പക്ഷേ ജനങ്ങൾക്ക് അങ്ങനെയല്ല. ജനങ്ങൾക്ക് അത് വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമാണ്. ആ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി രാമക്ഷേത്ര കൊള്ളയടിച്ചവർക്കെതിരെ വലിയ രീതിയിൽ ജനശബ്ദം ഉയരുക തന്നെ ചെയ്യും. തിരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുകയും ചെയ്യും. BJPക്കുള്ളിൽ തന്നെ ഇപ്പോൾ 2 തട്ടിലായി തിരിഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുന്ന സാഹചര്യമാണ്. ഏതായാലും ഒന്നിനും കണക്ക് ചോദിക്കാതെ കാലം കടന്നുപോയിട്ടില്ല. എല്ലാത്തിനും ഉത്തരം പറഞ്ഞേ മതിയാകൂ, എല്ലാത്തിനും കണക്ക് പറഞ്ഞേ മതിയാകൂ. പവർ പോയിന്റ് ഇവിടെ അവസാനിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും വളരെയധികം നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.